ഇത് എലമെൻ്ററി മേറ്റ്സിലെ ഡബിൾ ബിഷപ്പ് മേറ്റാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കിങ് താഴേക്ക് വരാതിരിക്കാനുള്ള രീതിയിൽ കളിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കിങ് ബിഷപ്പ് എടുത്തിട്ട് മുന്നോട്ട് കളിക്കുക. ഏതെങ്കിലും ഒരു ബിഷപ്പ് എടുത്തിട്ട് അല്പം മുന്നോട്ട് കളിക്കുക. അപ്പം ഇത് കളിക്കുക മുന്നോട്ട്. അപ്പോൾ കിങ് സൈഡിലേക്ക് പോകും. സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ബിഷപ്പ് എടുത്തിട്ട് D2 വെക്കാൻ. ഇങ്ങനെ രണ്ട് ബിഷപ്പ് ഒരുമിച്ച് രണ്ട് ഫയലിൽ അടുപ്പിച്ച് വരുമ്പോൾ മാത്രമാണ് കട്ട് ഓഫ് ആകുക. ഇപ്പോൾ രണ്ട് ബിഷപ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ കട്ട് ഓഫ് ആയി. അപ്പോൾ കിങ് സൈഡിലേക്ക് പോയാൽ E4 പോയാൽ കിങ് മുന്നോട്ട് കയറാം. അപ്പോൾ എന്ത് ചെയ്യുക, അവർ ആ സൈഡിലേക്ക് തന്നെ കളിക്കും ബ്ലാക്ക്. അപ്പോൾ നമ്മുടെ കിങ് മുന്നോട്ട് കളിക്കും. മുന്നോട്ട് കളിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ബോർഡിൽ നോക്കിയാൽ കാണാം കിങ്ങിന് 4th റാങ്ക് കളിക്കാൻ പറ്റില്ല. കിങ് നേരെ 5th റാങ്കിലേക്ക് മൂവ് ചെയ്യണം. 5th മൂവിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ എറോ മാർക്കിൽ കാണാം അത് എവിടുന്നാണ് 5th റാങ്കിലേക്ക് പോയത്. ആ സ്ക്വയർ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. അത് ബിഷപ്പ് കൊണ്ട് ബ്ലോക്ക് ചെയ്യണം. കണ്ടോ? അപ്പോൾ കിങ് നേരെ തൊട്ടടുത്ത സ്ക്വയറിലേക്ക് പോയാൽ മറ്റേ ബിഷപ്പ് കയറ്റി വെക്കാം. ഇപ്പം നമ്മൾ ബിഷപ്പ് കൊണ്ട് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ കിങ് ഇവിടെ വന്നു. ഈ സമയത്ത് നമ്മുടെ 3 പീസിൻ്റെ നടുക്കാണ് കിങ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ബിഷപ്പ് വെച്ചിട്ട് കിങ്ങിനെ താഴോട്ട് ഇറക്കാം. അപ്പോൾ കിങ് താഴോട്ട് ഇറക്കും. കാരണം ആ റാങ്കിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കട്ട് ഓഫ് ചെയ്യുക. ഇതാണ് ബിഷപ്പ്. രണ്ട് ബിഷപ്പ് രണ്ട് ഫയലിൽ തൊട്ടടുത്ത് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ് കട്ട് ഓഫ്. അപ്പോൾ കിങ് സൈഡിലേക്ക് കളിക്കും. അപ്പോൾ നമ്മുടെ കിങ് മുകളിലേക്ക് കളിക്കുക. അപ്പോൾ കിങ് ഇവിടെ കളിക്കും. അപ്പോൾ നമ്മുടെ സെൻറ്ററിലാണ്, നമ്മൾ 3 പീസിൻ്റെ സെൻറ്ററിലാണ് വരുന്നത്. അതുകൊണ്ട് ബിഷപ്പ് നമുക്ക് മുന്നോട്ട് കയറ്റി വെക്കുക E5. അപ്പോൾ കിങ് നേരെ താഴോട്ട് പോകും. അപ്പോൾ വീണ്ടും നമ്മൾ ബിഷപ്പ് കട്ട് ഓഫ് ചെയ്യുക. കിങ് ഇവിടെ കളിക്കുന്നു. അപ്പം നമ്മൾ കിങ് മുന്നോട്ട് കളിക്കുന്നു. അപ്പോൾ കിങ് വീണ്ടും ഇവിടേക്ക് കളിക്കും. ഇപ്പം നമ്മൾ ബിഷപ്പ് വെക്കരുത്, കാരണം 3 പീസിൻ്റെ നടക്ക് വരുമ്പോഴാണ്. അപ്പം നമ്മൾ കിങ് മുന്നോട്ട് കയറും. കിങ് മുന്നോട്ട് കയറി കഴിഞ്ഞാൽ കിങ് നേരെ എവിടേക്ക് പോകും? 8th റാങ്കിലേക്ക് പോകും. 8th റാങ്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ബിഷപ്പ് ഇവിടെ വെക്കും, മുന്നോട്ട് കയറ്റി വെക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് കംപ്ലീറ്റ് ആയി. കണ്ടോ? ഇപ്പോൾ കട്ട് ഓഫ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ കട്ട് ഓഫ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ചെക്ക്മേറ്റിൻ്റെ മൂവാണ്. ചെക്ക്മേറ്റിൻ്റെ മൂവ് ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ വീണ്ടും കട്ട് ഓഫ് ചെയ്തുകൊണ്ട് താഴോട്ട് ഇറക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ കിങ്ങിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ബിഷപ്പ് ഇവിടെ വെച്ചാൽ കിങ് ഈ സൈഡിലേക്ക് പോകും. അപ്പോൾ വീണ്ടും ബിഷപ്പ് വെച്ച് കഴിഞ്ഞാൽ കിങ് ഇവിടേക്ക് വരും. അപ്പോൾ ഇവിടേക്ക് താഴേക്ക് വരാതിരിക്കാൻ കിങ് ഇവിടെ വെക്കുക. അപ്പോൾ കിങ് ഇവിടെ വരും. അപ്പോൾ നമ്മൾ ബിഷപ്പ് കൊണ്ട് ചെക്ക് കൊടുക്കുക. കിങ് വീണ്ടും ഇവിടെ വരും. നമ്മൾ മറ്റേ ബിഷപ്പ് കൊണ്ട് ചെക്ക് കൊടുക്കുക. കിങ് ഇവിടെ വരും. ഈ ബിഷപ്പ് കൊണ്ട് ചെക്ക് കൊടുക്കുക. ഇങ്ങനെയാണ് ചെക്ക് മേറ്റ് ആക്കുക. ഓക്കെ.